Diabetes doesn't kill you in a day. It kills day by day, cell by cell, organ by organ. എനിക്ക് ഇന്നലെ ഒരു പേഷ്യൻറ്റ് വന്നു. ആ പേഷ്യൻറ്റിൻ്റെ വായ ഉണങ്ങുന്നു, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കടിക്കാൻ തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുന്നു, ഭയങ്കര ക്ഷീണം, പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പുള്ളി പറഞ്ഞത് ഇന്നേവരെ ഞാനൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. ഞാനാണെങ്കിൽ പുള്ളിയുടെ HbA1c ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. HbA1c ചെക്ക് ചെയ്തപ്പോൾ HbA1c എന്ന് പറയുന്നത് 12 ആയിരുന്നു. HbA1c 12 എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആണ്. അതിനർത്ഥം അദ്ദേഹത്തിന് ഡയബറ്റീസ് ഉണ്ടെന്നാണ്. ഇങ്ങനെയാണ് പല ആൾക്കാരും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അവർക്ക് അറിയുകൂടിയില്ല അവർക്ക് അസുഖം ഉണ്ടെന്നുള്ള കാര്യം. അപ്പം അൺഡയഗ്നോസ്ഡ് ആയിട്ടാണ് പല ആൾക്കാരും പോകുന്നത്. അപ്പം പിന്നെ എൻ സ്റ്റേജിലേക്ക് അത് വേറൊരു ഓർഗൻസ്, കിഡ്നി എഫക്റ്റ് ചെയ്യുമ്പം ക്രിയാറ്റിൻ കൂടിയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാകുമ്പോൾ ആ മുറിവ് ഉണങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് പേഷ്യൻസ് പ്രസൻ്റ് ആവുന്നത്. സോ ഇത് എത്രയും മുന്നേ നമുക്ക് ഡയബറ്റിക് ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് ആണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള മെഡിസിൻസ് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഈ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ടുള്ള 3 ടെസ്റ്റ് കൊണ്ട് നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഒന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറാണ്. പിന്നുള്ളത് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, ഫുഡ് കഴിച്ച് 2 മണിക്കൂറിന് ശേഷം ചെയ്യേണ്ടത്. പിന്നുള്ളത് HbA1c ആണ്. ഒരു 3 മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഡയബറ്റിക് ആണോ പ്രീ ഡയബറ്റിക് ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു 9 to 10 hours ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യുമ്പോൾ 126 താഴെ ആയിരിക്കണം അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഒരു 126, ഒരു 140, 150 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഡയബറ്റിലേക്ക് എത്തുകയാണ്. അടുത്തതായി പോസ്റ്റ് പ്രാൻഡിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കി നിങ്ങൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചൊരു 2 മണിക്കൂറിന് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 140 താഴെ ആയിരിക്കണം വേണ്ടത്. 200 മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഡയബറ്റിക് സ്റ്റേജിലേക്ക് എത്തുകയാണ്. പിന്നീടുള്ളത് ആക്യുറേറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പ്രീ ഡയബറ്റിക് സ്റ്റേജ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ HbA1c ടെസ്റ്റിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. HbA1c ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5.7 താഴെയാണ് അതിൻ്റെ ഒരു നോർമൽ റേഞ്ച്. 5.7 to 6.4 എന്നുള്ളൊരു വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണെന്നാണ് അതിനർത്ഥം. ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിലൂടെയും ഡയറ്റ് കൺട്രോളിലൂടെയും നിങ്ങൾക്ക് അത് മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ അൺഡയഗ്നോസ്ഡ് ആയിട്ട് അയാൾ പോവുകയാണ്. പിന്നീട് എന്തെങ്കിലും സിംറ്റംസ് വരുമ്പോൾ നോക്കുമ്പോൾ HbA1c 6.4 കൂടി 10, 15 ആവുന്ന ഒരു സ്റ്റേജിൽ നമുക്കത് ബുദ്ധിമുട്ടായി വരും അത് കൺട്രോൾ ചെയ്യാനായിട്ട്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചിലൂടെയും ഡയറ്റിലൂടെയും ഒന്നും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്താണ് നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങേണ്ടത്. പിന്നെ മരുന്ന് കഴിച്ച് തുടങ്ങിയതിന് ശേഷം ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കി അത് നോർമലാണ്, സോ അതുകൊണ്ട് ഇനി മരുന്ന് കഴിക്കേണ്ടെന്ന് ഒരിക്കലും തീരുമാനിക്കരുത്. ഒരു ഡോക്ടറിൻ്റെ സൂപ്പർവിഷൻ ഇല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അത് പിന്നെയും കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും. എങ്ങനെ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചിലൂടെയും ഡയറ്റിലൂടെയും ഷുഗറിനെ കൺട്രോൾ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ ഫുഡിൻ്റെ കാര്യമാണ്. ഫുഡെന്ന് പറയുന്നത് 3 നേരം അരിയാഹാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച്, പ്രോട്ടീൻസ് കൂടുതൽ ആഡ് ചെയ്യുക, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് പഴങ്ങൾ അധികം കഴിക്കാണ്ടിരിക്കുക. അതായത് പഴം കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ആപ്പിളും ഓറഞ്ചും ഏത്തപ്പഴവും എല്ലാം എടുത്ത് കഴിക്കുന്നത് ആ ഒരു പ്രവണത നിങ്ങൾ ഒഴിവാക്കുക. പിന്നീടുള്ളതെന്ന് പറയുന്നതാണ് ഡെയിലി ഉള്ള വ്യായാമം. ഡെയിലി എക്സസൈസ് ചെയ്യുക. ഡെയിലി ഒരു 30 to 35 മിനിറ്റ്സ് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. ഒന്നെങ്കിൽ വാക്കിങ്ങോ അല്ലെങ്കിൽ ജോഗിങ്ങോ അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് വെയിറ്റ് ഉള്ളത് അത് കുറയ്ക്കുക. പിന്നീട് നിങ്ങൾക്കുള്ള ഫുഡിൻ്റെ എന്ന് പറഞ്ഞത് വിശപ്പെത്തുന്നതിന് മുമ്പേ നിങ്ങൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. വിശന്നിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഫുഡ് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ചെറിയ പോർഷനായിട്ട്, അതായത് നിങ്ങളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലേറ്റിൻ്റെ പകുതി മാത്രം നിങ്ങൾ ഫുഡ് എടുക്കാൻ ശ്രമിക്കുക. പിന്നീട് ഈ ഷുഗർ ഉള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ റൊട്ടീനായിട്ട് എപ്പോഴും ഒരു ഐ ചെക്കപ്പ് ചെയ്യുക. കാറ്ററാക്റ്റ് കാര്യങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഷുഗർ ഉള്ളവർക്ക്. പിന്നീട് അവരുടെ കിഡ്നി ഫങ്ഷൻ, ക്രിയാറ്റിൻ്റെ അളവ് എത്രയുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് ചെയ്യേണ്ടതാണ് ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴും അവരുടെ കാലിലെ നഖങ്ങളും കാര്യങ്ങളെല്ലാം ക്ലീനായിട്ട് സൂക്ഷിക്കുക. എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഡയബറ്റിക് ഉള്ളവർക്ക് കാലിലേക്കുള്ള സെൻസേഷനും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. സോ വൂണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. സോ ഡയബറ്റീസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് നമ്മുടെ പോപ്പുലേഷനിടയിൽ. സോ മാക്സിമം നിങ്ങൾ ഈ ഒരു റെമഡീസ് എടുക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഇതുവരെ ബ്ലഡ് ഷുഗറോ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ HbA1cയും FBSും പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുക. മേക്ക് ഷുവർ യുവർ കിഡ്നി, യുവർ ഐസ് ആൻഡ് യുവർ നെർവ്സ് ആർ സേഫ്.